അച്ഛാ, വാക്കുകൾക്ക് വിലക്ക് വീഴുന്ന നാട്ടിൽ ചിന്തകൾക്ക് വിലക്ക് വീഴുന്ന നാളുകൾ വിദൂരമല്ല. ഇപ്പം സിനിമകൾ എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയാ, നമ്മുടെ പ്രതിഷേധങ്ങളായാലും സമൂഹത്തിലെ അനീതികളായാലും ചൂണ്ടിക്കാണിച്ചിരുന്ന ഒരു കലാരൂപമാണ്. ഇപ്പം അതൊരു വെറൊരു ബിസിനസ് എന്ന ലെവലിലോട്ട്, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു കാഴ്ചക്കാരെ വെറുതെ ടൈം പാസിന് വേണ്ടി മാത്രം കാണിക്കുന്ന ഒരു കലാരൂപമായി മാത്രം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അച്ഛൻ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇങ്ങനെ സിനിമകൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ കലാരൂപങ്ങൾ പ്രതിഷേധിക്കേണ്ടടുത്ത് പ്രതിഷേധിക്കണം, അല്ലെങ്കിൽ വേറൊരു ബിസിനസ് മാത്രമായി മാറരുത്? നമ്മുടേതായ ഗ്രൂപ്പുകളിലൊക്കെ ഈ ആശയം പങ്കുവെക്കാറുണ്ട്, പ്രത്യേകിച്ച് യൂത്തിനോടൊക്കെ ക്ലാസ് കൊടുക്കുമ്പോൾ. പിന്നെ ഇന്നൊരു വലിയ പ്രശ്നം വരുന്നത് ഒത്തിരി പേർക്ക് ഈ ബ്ലാക്ക് മണി എന്നതിനുള്ള ഒരു പൊട്ടപ്പടം പിടിപ്പിച്ച് അത് വൈറ്റ് മണിയാക്കി മാറ്റാം. ഒത്തിരി പേർക്ക് അറിയാം അങ്ങനെയുള്ളവരെ. അപ്പം അങ്ങനെയുള്ള രീതി വരുമ്പോഴത്തേക്ക് അവർ എന്തെങ്കിലും കാട്ടിക്കൂട്ടി വെച്ചാൽ മതി. പടത്തിന് വേണ്ടിയല്ല, അവിടെ കള്ളപ്പണം ഒന്ന് നേരെയാക്കാൻ കണക്ക് കാണിക്കുമ്പോൾ. അങ്ങനെയൊക്കെയുള്ളൊരു പടം പിടിക്കുമ്പം ആ പടത്തിൻ്റെ സ്റ്റാൻഡേർഡ് അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഏതാനും ദിവസം കഴിയുമ്പോൾ തീരും ആ പടങ്ങളൊക്കെ. പക്ഷെ എപ്പോഴും ഈ മൂല്യങ്ങൾ മനുഷ്യനെ പഠിപ്പിക്കുന്ന, ബന്ധങ്ങൾ വളർത്തുന്ന, മാതാപിതാക്കളെ മക്കൾ സ്നേഹിക്കുന്ന, മക്കളെ പേരൻസ് കരുതുന്ന നല്ല സത്യമായ പ്രേമബന്ധങ്ങൾ, സ്നേഹബന്ധങ്ങൾ, അങ്ങനെയുള്ള പടങ്ങൾ എന്നും എക്കാലത്തും അത് വിജയിക്കും. അപ്പം അതിനൊന്നും ഇന്ന് ഇന്ന് എങ്ങനെയും എൻ്റെ ഈ കുറേ കാശ് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ അങ്ങ് പോവുക, പിന്നെ ആരെങ്കിലും വിളിച്ചുകൂടി അങ്ങ് തീർക്കുക. അങ്ങനെ നമുക്ക് സിനിമയെ അർപ്പിക്കലും ഒപ്പിക്കലും ആകാം. ഒത്തിരി പേര് ഒപ്പിക്കുന്നവരാണ്, അർപ്പിക്കുന്നവരല്ല. ഇതിനകത്തൊരു അർപ്പണത്തിൻ്റെ ഒരു തോന്നി ഇത് വിജയിച്ചാൽ ഓക്കെ, ആ രീതി നമുക്ക് പലപ്പോഴും കല്ല് മുന്നേറാൻ പറ്റും. അപ്പം നന്മ എപ്പോഴും വിജയിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ സ്വർഗം എന്ന് പറയുന്ന സിനിമയൊക്കെ അത്ര വലിയൊരു കലാരൂപം നമുക്ക് സിനിമാ രീതി പറയാൻ പറ്റിയില്ലല്ലോ, അത് വിജയിച്ചു. അതിൻ്റെ കാരണം അതിനകത്തൊരു നന്മ, ഒരു മെസ്സേജ് കൊടുക്കുന്നത്. അതുപോലെ ഏത് പടത്തിലും ഇപ്പം ഒരു രീതിയിൽ ഇപ്പം ശബരിമല അയ്യപ്പൻ്റെ അരശൊരു പടം വന്നില്ലായിരുന്നു, മാലയപ്പനം. അത് ഒരു മതപരമായ നല്ല എത്രയോ നല്ല മൂല്യങ്ങളും ചിന്തകളും വിശ്വാസം അതിനകത്തുണ്ട്. അപ്പം അങ്ങനെയാണ് നമ്മൾ ജാതിമതിനപ്പുറമായിട്ട് തന്നെ ജനം സ്വീകരിച്ച് പ്രോത്സാഹിപ്പിക്കും. രാജകന്യ എന്ന സിനിമ സമൂഹത്തിന് എന്ത്